ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് വന്നിട്ട് PCOD എന്ന ഇഷ്യൂവിനെ കുറിച്ചാണ്. നമുക്കറിയാം, സ്ത്രീകളിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് PCOD. അപ്പൊ PCOD കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. അതിലെ കാരണങ്ങള്, ലക്ഷണങ്ങള്, പ്രതിവിധികള്, ഭക്ഷണ രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങള്, ഔഷധങ്ങള്, ഒറ്റമൂലികൾ എല്ലാം നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ആയുർവേദത്തിൽ വളരെ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് PCOD പോലത്തെ കംപ്ലൈന്റുകൾക്ക് ഉണ്ട്. അപ്പൊ അതറിയാൻ കൂടിയാണ് ഈ ടോപ്പിക് ഞാൻ തെരഞ്ഞെടുത്തത്. അപ്പൊ എല്ലാവരും കാണണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടി, എന്റെ പേര് സെറിൻ എന്നാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂരാണ് എന്റെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് കിടക്കാം. PCOD എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്നാണ് PCOD. അപ്പൊ PCOD യുവതികളിൽ ഒരുപാട് അധികം ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളിൽ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം ഒബേസിറ്റിയാണ്. ശരീരഭാരം വളരെയധികം കൂടുന്നു. കാരണം എന്താ, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് നല്ല രീതിയിൽ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാം, നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുന്നതിന് അധികം കലോറീസ് കയറുകയും അവസാനം നമ്മളതൊരു ഒബേസിറ്റി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുത്തുകയും ചെയ്യും. അപ്പൊ ഒബേസിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ വരാൻ കാരണമാവും. അപ്പോൾ അത് എന്താണ്, സ്ത്രീകളിൽ വരുമ്പോൾ അതൊരു PCOD ഇഷ്യൂ എന്നതിലേക്ക് ആദ്യമായിട്ട് കടക്കുകയാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യായാമക്കുറവ്. നമ്മുടെ ശരീരത്തിൽ എക്സർസൈസ് അത്രയും നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ പഠനത്തിന്റെ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേറെ എന്തെങ്കിലും ഒരു അലസത കൊണ്ടൊക്കെ നമ്മുടെ വ്യായാമം വളരെയധികം കുറയുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികളിൽ. അപ്പൊ അതുകൊണ്ട് വ്യായാമത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പാരന്റ്സ് വ്യായാമം ചെയ്യാനായിട്ട് അവരെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യായാമം വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഉത്തേജനത്തിനായാലും നമ്മുടെ ശരീരം നന്നായി പ്രവർത്തിക്കുന്നതിന് വ്യായാമം അത്യാവശ്യമാണ്. അപ്പൊ വ്യായാമം കുറവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഹോർമോണൽ ഇംബാലൻസുകൾ വരാനായിട്ട് കാരണമാകും, പ്രത്യേകിച്ച് PCOD പോലത്തെ ഇഷ്യൂസ്. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ലേറ്റ് നൈറ്റ് സ്ലീപ്പ്, അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കുട്ടികളും സോഷ്യൽ മീഡിയയിലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ട് ഇടപഴകുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം എന്നുള്ളത് ഒരു 12 മണി 1 മണി എന്ന ടൈമിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ അത് വളരെയധികം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ പകൽ ഉറങ്ങാതെ രാത്രി നമ്മൾ ഒരു 7-8 മണിയോട് കൂടിയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് രാവിലെ ഒരു 5 മണി 6 മണിയോട് കൂടി എഴുന്നേക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനും നമ്മുടെ ദോഷങ്ങളൊക്കെ ഒന്ന് റെഗുലർ ആയിട്ട് മാറാനും ഒക്കെ ഹോർമോണൽ ബാലൻസ് ചെയ്ത് പോകാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഉറക്കം. അപ്പൊ തെറ്റായ ഉറക്ക ശൈലി ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുകയാണെങ്കിൽ PCOD ഉള്ളവർക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. നേരത്തെ തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അറിയാം, ആർത്തവത്തിൽ വരുന്ന വ്യത്യാസം. അതെ, ഇറഗുലർ പീരീഡ്സ് അത് വളരെ കോമൺ ആയിട്ട് ഇങ്ങനത്തെ PCOD ഇഷ്യൂസിലുള്ളവർക്ക് കാണാറുണ്ട്. അപ്പം പീരീഡ്സ് സാധാരണയായിട്ട് നമുക്കൊരു റെഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്ന ഒരു ആളാണെങ്കിൽ നമുക്ക് 28 ദിവസം കഴിഞ്ഞാൽ പീരീഡ്സ് വരേണ്ടതാണ്. പക്ഷെ ഇവരിൽ എന്ത് സംഭവിക്കുന്നു, ചിലപ്പോൾ 28 ദിവസത്തിന് മുൻപായിട്ട് അവർക്ക് പീരീഡ്സ് നടക്കാം. പക്ഷെ ചിലവരിലാണെങ്കിൽ ഒരു 40 ദിവസം അല്ലെങ്കിൽ 35 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത പീരീഡ്സ്. അപ്പൊ ഇത് ഞാൻ പറയുന്ന ദിവസങ്ങൾ നിങ്ങൾ എണ്ണേണ്ട കാര്യമില്ല. കറക്റ്റ് 28 ദിവസത്തിലാണ് നിങ്ങളുടെ പീരീഡ്സ് നിങ്ങൾ വരുന്നത് എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ കണ്ടുപിടിക്കാൻ, PCOD നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ അത് റെഗുലർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. റെഗുലർ പീരീഡ്സ് ആണ് നമ്മളൊരു ഹെൽത്തി ഫീമെയിൽ ആണെന്നുള്ളതിന് തെളിയിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഹെൽത്തി പീരീഡ്സ് വരുന്നത്. ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. 28 ദിവസത്തിന് കൂടുതൽ പോവുകയാണെങ്കിലും കുറവ് പോവുകയാണെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യണം. പിന്നെ പലരിലും വരുന്നതാണ് പീരീഡ്സിന്റെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ വളരെയധികം സ്പോട്ടിംഗ് ആയിട്ട് പോവുകയും. ഓക്കെ. ഇതൊക്കെ പല അവസ്ഥകളാണ് കേട്ടോ, എല്ലാവർക്കും ഇതുപോലെ വരണമെന്നില്ല. ആദ്യം വളരെ നല്ല കഠിനമായ വയറുവേദനയും അതുപോലെ ക്രാംസ് ഒക്കെ വന്നിട്ട് പിന്നെ ഫസ്റ്റ് ഡേ ഒരു സെക്കൻഡ് ഡേ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പോട്ടിംഗ് ആയിരിക്കും വരിക. അല്ലെങ്കിൽ ഒരു 1 to 2 ആഴ്ച തന്നെ സ്പോട്ടിംഗ് ആയി പോവും. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ ഇത് ഡിസപ്പിയർ ആയി പോവുകയാണ്. പിന്നെ അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇത് അപ്പിയർ ചെയ്ത് ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലാണ് ഈ ഇറഗുലർ പീരീഡ്സ് അപ്പിയർ ചെയ്യുന്നത്. പല ആൾക്കാരെയും നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ അറിവുകൾ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഈ പീരീഡ്സ് വരുന്ന സമയത്ത് ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് വരാറുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒരു 14 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നീണ്ടു പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു 7 ദിവസമൊക്കെ മാക്സിമം വരേണ്ട ഈ ബ്ലീഡിങ് ഒരു മാസത്തേക്കൊക്കെ ബ്ലീഡിങ് വന്നാലുള്ള പേഷ്യന്റിന്റെ അവസ്ഥ വളരെയധികം പ്രശ്നത്തിലേക്ക് അവർ അനീമിക് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ബ്ലീഡിങ് കൂടുകയും അവരുടെ ശരീരത്തിലുള്ള ബ്ലഡ്, നല്ല രക്തം ദുഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ നമുക്ക്
ആദ്യം തന്നെ ഇത് കണ്ടുപിടിക്കാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ USG ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു PCOD ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്, പേഷ്യന്റിന് ഇറഗുലർ പീരീഡ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്നാ ഒന്ന് പോയി USG ചെയ്യൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ USG ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട്. അവർക്ക് PCOD ഉണ്ടോ എന്ന് മനസ്സിലാവാറുണ്ട്, ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് മനസ്സിലാവാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് USG കൂടെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് സ്ത്രീകളുടെ കേസിൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ അബ്ഡോമൻ സോഫ്റ്റ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ ഓവറിയിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു ബെഡ് പോലെ ഫോം ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ അതായത് മേലിന്റെ ബീജം വരാത്ത സ്ഥിതിയിൽ അവിടെ അണ്ടോൽപാദനം നടക്കുമല്ലോ. അപ്പൊ അണ്ടോൽപാദനം അണ്ടം ബീജമായിട്ട് ചേരാത്ത അവസ്ഥയിൽ ഈ ഓവറി ഓൾറെഡി ഒരു ബെഡ് പോലെ, യൂട്രസിൽ ഒരു ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുട്ടിക്ക് എന്ത് ന്യൂട്രീഷൻ കിട്ടാനും, അത് ബേബി ആയി ഫോം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ന്യൂട്രീഷൻ എല്ലാ കാര്യങ്ങളും ആ ബെഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? മെൻസ്ട്രേഷന്റെ സമയത്ത് നമുക്ക് അവിടെ അതായത് മേലിന്റെ ബീജം വരാത്ത അവസ്ഥയിൽ ഈ സംഭവം പൊട്ടി അതിനുള്ളിലത്തെ ബ്ലഡ് കാപ്പിലറീസ്, അതിൽ വരുന്ന ബെഡ്, അതായത് ഈ കുഞ്ഞ് വളരാനുള്ള ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡാണ് അത് അല്ലെ, അത് മുഴുവൻ പൊട്ടി പോകുന്നതാണ് മെൻസ്ട്രേഷൻ ആയിട്ട് മാറുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ബെഡ് റപ്ചർ ആവുകയാണ്, ബ്ലഡ് വെസൽസ് റപ്ചർ ആവുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് മെൻസ്ട്രേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. എല്ലാ മാസത്തിലും 28 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് ഈ പ്രക്രിയ നടക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് വരാതെ വരുമ്പോൾ പലരും ചിലവരൊക്കെ അത് വിട്ട് കളയാറുണ്ട്, സാരില്ല. കാരണം പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വേദനാജനകമായ കാര്യമാണ്. ചില ആൾക്കാർക്കെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ 2 മാസം വന്നില്ല, കുഴപ്പമില്ല, എന്തായാലും വരുന്നുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് പീരീഡ്സ് റെഗുലർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് മൂഡ് സ്വിങ്സ് ആണ്. അതുപോലെ നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നും. ഇതൊന്നും ഇറഗുലർ പീരീഡ്സിന്റെ ഒരു ഇതാണ്. നമുക്ക് സാധാരണയുള്ള പീരീഡ്സിൽ അങ്ങനത്തെ അവസ്ഥകളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ വോമിറ്റ് ചെയ്യാൻ എപ്പോഴും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ PCOD ഉള്ള ആൾക്കാരിൽ നമ്മുടെ കഴുത്തുണ്ടല്ലോ, കഴുത്തും നമ്മുടെ ഫേസും തമ്മിൽ വേറെ കളറായിരിക്കും, രണ്ടും 2 കളറായിരിക്കും. അപ്പോൾ കഴുത്തിൽ ഇങ്ങനെ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ മുഖത്ത് കുരുക്കൾ ഒരുപാട് ഉണ്ടാവും, മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിലാവും. അതുപോലെ വേർപ്പ്, നമ്മുടെ വരുന്ന വേർപ്പിന് ഒരു ദുർഗന്ധമായിരിക്കും, ഭയങ്കര ഒരു മോശം മണമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ, അതുപോലെ ഹെയർ ഫോള്, വളരെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും. കാരണം അവർ പറയുന്നത് എനിക്ക് തലയിൽ താരനില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് എന്താണ് ഇങ്ങനെ മുടി കൊഴിച്ചിൽ വരുന്നത് എന്ന് ചോദിക്കുന്ന കാണാം. അപ്പൊ നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കാൻ ചിലപ്പോൾ ഒരു USG ഒക്കെ വിടാറുണ്ട്. കാരണം എന്നാലാണ് നമുക്ക് PCOD ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് PCOD ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള കഷായ യോഗങ്ങളും അതിനുള്ള ഘൃതയോഗങ്ങളും ലേഹ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അതില് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ നാൾ ഇത് നോക്കാതെ വിട്ടു കഴിഞ്ഞാൽ, അതായത് ഇറഗുലർ പീരീഡ്സ് നമ്മൾ വിടുകയാണെങ്കിൽ ഓൾറെഡി അവർക്ക് ഇങ്ങനത്തെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവും. കാരണം നമ്മുടെ ഹോർമോണൽ തിങ്സിന് വളരെയധികം നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനൊക്കെ കപ്പാസിറ്റി കൊടുക്കാനൊക്കെ ഉള്ള സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിനും, അതുപോലെ നമുക്ക് ദേഷ്യം പെട്ടെന്ന് വരാനും, അതായത് പെട്ടെന്ന് വിഷമം വരാനും, അങ്ങനെയൊക്കെ മൂഡിനെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഹോർമോണലിന്റെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് മൂഡ് സ്വിങ്സ് വളരെയധികം വരും. ഇനി അഡ്വാൻസ് സ്റ്റേജിൽ നമുക്കൊരു വന്ധ്യത വരെ വരാനായിട്ടുള്ള കാരണമാണ്. വന്ധ്യത എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പേഷ്യന്റ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഇതിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചാൽ, മോഡേൺ ട്രീറ്റ്മെന്റിലെ ലാപ്രോസ്കോപ്പിയിൽ അവരത് ഈ കുമിളകൾ പോലത്തെ ഈ സിസ്റ്റുകൾ അവരത് പ്രിക്ക് ചെയ്ത് കളയാറുണ്ട്. അപ്പൊ അതാണ് മോഡേൺ ട്രീറ്റ്മെന്റ്. അങ്ങനെ മോഡേൺ ട്രീറ്റ്മെന്റ് അത് മാത്രമല്ല, പല മരുന്നുകൾ അവർ കൊടുത്ത് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് മോഡേൺ ട്രീറ്റ്മെന്റ് ആണോ ചെയ്യേണ്ടത്, ആയുർവേദം ആണോ ചെയ്യേണ്ടത്. ഇനി ഞാൻ ആയുർവേദത്തിലേക്ക് കടക്കാം. അപ്പൊ ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ PCOD ഇഷ്യൂസ് ഉള്ള ഒരു രോഗിയിൽ എന്ത് ദോഷങ്ങളാണ് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആദ്യം വർദ്ധിക്കുന്നത് പിത്തദോഷമാണ്. കാരണം ദുഷിച്ച രക്തം, അതിലെ രക്തത്തിന്റെ ദുഷ്ടി സംഭവിക്കുകയാണ്. അങ്ങനെയാണ് പിത്തം അവിടെ കൂടുന്നത്. അതുപോലെ കഫദോഷം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മളിവിടെ PCOD ഉള്ള പേഷ്യന്റിന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ വന്ധ്യത വരാൻ, അഡ്വാൻസ് സ്റ്റേജിലൊക്കെ നമുക്ക് വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഒക്കെ ഉള്ള സമയത്താണ് അത് PCOS ആയി മാറുന്നത്. അപ്പൊ നമുക്ക് PCODയും PCOSും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് മനസ്സിലാവില്ല. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഒരുപാട് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ PCOSൽ എത്തുമ്പോൾ അവിടെ ഒരുപാട് അമിതമായിട്ടുള്ള രോമങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ താടി രോമങ്ങൾ, താടിയിലും അതുപോലെ തന്നെ നമ്മുടെ മീശയിലും അതുപോലെ കവിളിലൊക്കെ ഒരുപാട് രോമങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവും. കൂടെ തന്നെ നമുക്ക് വന്ധ്യത ഉണ്ടാവും. അതുപോലെ അതായത് നമുക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട്, നമുക്ക് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസി ഇല്ലാത്ത അവസ്ഥ, ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റിൽ പ്രഗ്നന്റ് ആവാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് അവസ്ഥ. അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സിംറ്റംസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് അത് PCOS ആയി മാറുന്നത്. PCODനേക്കാളും ഒരുപാട് ഇതും കൂടി ഹയർ സ്റ്റേജ് ആണ് PCOS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ
നിങ്ങൾക്ക് ഇത്തിരി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിത്തത്തിനെ കുറയ്ക്കുന്നതും കഫത്തിനെ കുറയ്ക്കുന്നതുമായ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ അപ്പൊ നമ്മൾ ചോദിക്കും എത്ര നാൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതൊരു 3 മാസം എടുക്കേണ്ടി വരും ചിലപ്പോൾ ഓരോ രോഗാവസ്ഥ അനുസരിച്ച്. ചിലർക്ക് വളരെ ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ 3 മാസം 6 മാസമൊക്കെ മരുന്ന് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് മാറാറുണ്ട്. പക്ഷെ ചില കേസുകളിൽ ചിലപ്പോൾ 1 വർഷം തന്നെ എടുക്കേണ്ട സ്ഥിതി ഉണ്ടാവും. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം. പക്ഷെ പലരും ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഒപ്പം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാതെ അവർ പലപ്പോഴും വേറെ ട്രീറ്റ്മെന്റുകളിലേക്ക്, അതായത് കുറച്ച് നാൾ ആയുർവേദ മരുന്ന് കഴിക്കും, പിന്നെ കുറച്ച് നാൾ അലോപ്പതി കഴിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിന്റെ ഇടയിൽ ചാടിക്കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റിലും റിസൾട്ട് ഇല്ലാതെ നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് അതിൽ വരുന്ന കഷായങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കഷായങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് PCOD വരുന്ന പേഷ്യന്റ്. അത് ഓരോരുത്തരുടെ രോഗാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ അവർക്ക് എഴുതാറ്. നമ്മൾ സപ്തസാരം കഷായം കൊടുക്കാറുണ്ട്, ഗന്ധർവഹസ്താദി കൊടുക്കാറുണ്ട്, അതുപോലെ സുകുമാരൻ കഷായം കൊടുക്കാറുണ്ട്, അതുപോലെ കയ്യൂഞ്ഞാതിശാര ശരാവതി കഷായം കൊടുക്കാറുണ്ട്, പിന്നെ അഭയാരിഷ്ടം, ലോഹാസവം, കുമാരിയാസവം, ഓക്കെ, ഇതൊക്കെ നമ്മൾ മരുന്നായിട്ട്, അതേപോലെ അശോകാരിഷ്ടം ഇതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് PCOD ഉള്ള പേഷ്യന്റിന് എപ്പോഴും അവർക്ക് ശോധന നല്ല രീതിയിൽ കൊണ്ടുവരുത്തണം. കാരണം ശോധന അവർക്ക് കുറയുമ്പോൾ, അതായത് നമ്മൾക്ക് വിയർപ്പ് നല്ല രീതിയിൽ ഉണ്ടാകണം, അതുപോലെ തന്നെ മലം, മൂത്രം ഇതിനൊന്നും ഒരിക്കലും പിടിച്ചു നിർത്തരുത്. അതായത് ഡെയിലി ശോധന ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് PCOD കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ശോധന നല്ല രീതിയിൽ ഉണ്ടാക്കണം. മൂത്രം ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നമുക്ക് വരുന്ന മൂത്രം നമ്മൾ ഒഴിച്ചു കളയേണ്ടത് അത്രയും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിയർപ്പ്. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. അപ്പോൾ വിയർപ്പ് നല്ല രീതിയിൽ വരുന്നത് അത്രയും നമ്മുടെ PCOD ഇഷ്യൂസിനെ തടയാനായിട്ട് ഗുണം ചെയ്യും കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ഒറ്റമൂലിയാണ്. അപ്പൊ ഒറ്റമൂലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ ഒറ്റമൂലി നിങ്ങൾ ഒരു 2 ആഴ്ച യൂസ് ചെയ്തിട്ട് ഗുണമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നും ചെയ്യാനില്ല. ഒരു 30 ഗ്രാം എള്ളെടുക്കാം. അത് നമ്മൾ ഇരുമ്പ് ചട്ടിയിലിട്ട് വറക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ എള്ളൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, അത് വേവിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് കരി പിടിച്ച് അവിടെ നിൽക്കും, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് കാരണം. അപ്പൊ ഇളക്കി കൊടുത്ത് തന്നെ വേവിക്കാൻ നോക്കുക. അങ്ങനെ ഈ എള്ള് നമ്മൾ അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ എള്ള് ചവച്ചരച്ച് കഴിക്കുക. ഈ വെള്ളം നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് കുടിക്കുക. അപ്പൊ ഇത് വളരെ നല്ല ഒരു മരുന്നാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് 2 ആഴ്ച കാലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് വന്നിട്ടില്ലെങ്കിൽ വരാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ എള്ളുണ്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഭക്ഷണ രീതിയിൽ പറയുകയാണെങ്കിൽ പൈനാപ്പിള്, പപ്പായ, എള്ളുണ്ട, ഓക്കെ, പിന്നെ ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലുപ്പമുള്ള, അതായത് വാഴപ്പിണ്ടി, കൊത്ത ബീൻസ്, പടവലങ്ങ, മനസ്സിലായോ, വഴുതനങ്ങ, ചീര, മുരിങ്ങയില, ഓക്കെ, അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ്, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഫ്രൂട്ട്സ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പൈനാപ്പിൾ, പപ്പായ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PCOD ഉള്ള എല്ലാവരും പൈനാപ്പിളും പപ്പായയും കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കുക. അതുപോലെ എള്ളുണ്ട കഴിക്കുക. ഓക്കെ, അത് വളരെ നല്ലതാണ്. എള്ള് വളരെ നല്ലതാണ്. അതുപോലെ മുതിര നല്ലതാണ് കേട്ടോ. എള്ളും മുതിരയും എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. ഓക്കെ, വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ചാനലിൽ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് PCOD നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. നാളെ വേറൊരു നല്ലൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരാം. ഓക്കെ, ബൈ.